നമസ്കാരം. ബാലതാരമായി സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത്. പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു. 2 പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു. മലയാള സിനിമയിലെ മുഖശ്രീയായാണ് ഇന്നും കാവ്യ മാധവൻ അറിയപ്പെടുന്നത്. മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളും എല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് നടി. ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി. തന്റെ വസ്ത്രവ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി കാവ്യ എത്താറുണ്ട്. ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം വൈറലാകുന്നത്. ഇപ്പോഴത്തെ ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് കാവ്യയുടെ ഒരു വീഡിയോ വൈറലാവുകയാണ്. നടി എന്നതിലുപരി നർത്തകി കൂടിയായ കാവ്യമാധവൻ കലാതിലകമായിരുന്നു. അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീടുള്ള ജീവിതത്തിലും നൃത്തത്തിലും പ്രാധാന്യം കൊടുത്തിരുന്ന കാവ്യയുടെ ഒരു ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് ആണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത്. മഹിഷാസുരവധം ദേവിയുടെ മൂർത്തിഭാവമാണ് കാവ്യ അവതരിപ്പിച്ചത്. വർണ്ണനാതീതമായ പ്രകടനമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത്. മാത്രമല്ല കമന്റ് ബോക്സ് നിറയെ കാവ്യയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് ആരാധകർ. എന്ത് സുന്ദരിയാണ് ദേവി തന്നെ, ഇതിന് പകരം വെക്കാൻ ആരെ കൊണ്ടുവന്നാലും ഒരു കാര്യവുമില്ല. മുഖത്തിന്റെ ഭാവം, ജ്വലിക്കുന്ന കണ്ണുകൾ, ദേവി തന്നെ. ശ്രീവിദ്യ കഴിഞ്ഞാൽ ഈ അവതരണത്തിൽ കാവ്യല്ലാതെ മറ്റാരും വരില്ല. ഇതാണ് ശരിക്കും ദേവി, പകരം വയ്ക്കാൻ ആരുമില്ല. അന്നും ഇന്നും ഒരിക്കലും മലയാളം സിനിമയിൽ പകരം വയ്ക്കാൻ കഴിയാത്ത സൗന്ദര്യ ശില്പം. കുറച്ചു നേരത്തേക്ക് കഥാപാത്രങ്ങൾ മുഖത്ത് മിന്നി മറഞ്ഞു പോകുന്നു. ഒരേ മുഖം പിടിച്ച് ഡാൻസ് തീർക്കുന്നവരുമുണ്ട്. അതാണ് ഇതും അതും തമ്മിലുള്ള വ്യത്യാസം. ബനാറസ് മൂവിയിൽ വിനീതും കാവ്യയും കൂടി മധുരം ഗായധി മീര എന്നൊരു പാട്ടിന്റെ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്. എന്റെ പൊന്നോ എന്താ ഫീൽ. ജന്മനാ ഉള്ളിൽ കഴിവുള്ള ആളാണ് കാവ്യ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിവാഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിനിമാ മേഖലയിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ആ പേരിൽ കാവ്യ ഇനിയും ക്രൂശിക്കുന്നത് തെറ്റാണ്. അത് മാറ്റി നിർത്തിയാൽ അവർ നല്ലൊരു കലാകാരിയാണെന്ന് ആരാധകർ പറയുന്നത്. അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ, ദിലീപിന്റെ നായികയാവുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത്. ഹിറ്റ് ജോഡിയായിരുന്ന കാവ്യയും ദിലീപും ഒരുമിച്ച് വീണ്ടും എത്തണമെന്നാണ് പലരും പറയുന്നത്. എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു. കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം, ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത്. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ കാവ്യ നായികയായത് 14 വയസ്സിലായിരുന്നു. ദിലീപിന്റെ നായികയായി ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു. ഏത് വേഷമായാലും മികച്ച രീതിയിൽ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് കാവ്യയുടെ പ്രത്യേകത. അഭിനയ മികവിന് ധാരാളം അംഗീകാരവും താരത്തെ തേടി വന്നിരുന്നു. 2014 പുറത്തിറങ്ങിയ പിന്നെയും എന്ന സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത്. ദിലീപായിരുന്നു ചിത്രത്തിലെ നായകൻ. ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യ മാധവൻ ഇനിയും ഒരുപാട് സിനിമകൾ അഭിനയിച്ച് കാണണമെന്നതാണ് മലയാളികളുടെ ആഗ്രഹം.